ഹായ് കീം 2025 എഞ്ചിനീയറിംഗ് ഫാർമസി എക്സാംസ് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. April 23 തൊട്ട് April 29 വരെയായിരുന്നു എഞ്ചിനീയറിംഗ് ഫാർമസി എക്സാംസുകൾ കണ്ടക്ട് ചെയ്തത്. സോ എഞ്ചിനീയറിംഗ് എക്സാംസിന് ഏകദേശം 85,200ഓളം കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്തത്. സിമിലർലി ഫാർമസിക്ക് 33,000-നടുത്ത് കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബേസിലാണ് ഇനി റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ വരുന്നത്. സോ ഇതിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പിന്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻസർ കീ ചാലഞ്ചിങ് ആണ്. കീമിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ ഷിഫ്റ്റും അതിന്റെ ആൻസേഴ്സും എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ഷിഫ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് കീം നൽകിയിട്ടുള്ള കീയുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചാലഞ്ച് ചെയ്യാനുള്ള അവസരമാണ് ശരിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. കാരണം ഇത് നിങ്ങളുടെ റാങ്കിനെ വളരെയധികം നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇൻ കേസ് നിങ്ങൾക്ക് ആൻസർ കീ ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണോ ഫാർമസി ആണോ ചാലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ആൻസർ കീ ചാലഞ്ച് എഞ്ചിനീയറിംഗ് എന്നും, ഫാർമസി ആണെങ്കിൽ ആൻസർ കീ ചാലഞ്ച് ഫാർമസി എന്നും അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ ശരിക്കും കീം നൽകിയിരിക്കുന്ന കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചാലഞ്ച് ചെയ്യാം. ഒരു ചോദ്യം ചാലഞ്ച് ചെയ്യാൻ കൃത്യമായി 200 രൂപയാണുള്ളത്. സോ അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത്രയും പൈസ അടച്ചാണ് നിങ്ങളുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് നമ്മുടെ ക്വറി, അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ജെനുവിൻ ആയിട്ടുള്ളത് കംപ്ലൈന്റ് ആണെന്നും കീം അത് മനസ്സിലാക്കുകയും അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ, ദാറ്റ് ഈസ് ആ ഫണ്ട് റീഫണ്ട് ആവുന്നതായിരിക്കും. ഇത്രയുമാണ് ആൻസർ കീ ചാലഞ്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ അങ്ങനെ എന്തെങ്കിലും ആൻസറിൽ ഡിസ്ക്രിപ്പൻസി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ ഷിഫ്റ്റിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളത്. അപ്പം അതൊക്കെ നമുക്കൊന്ന് ക്ലബ് ഔട്ട് ചെയ്ത് നമുക്ക് ആൻസർ കീ ചാലഞ്ചിന്റെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാം. സോ May 3 വരെയാണ് നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാനുള്ള സമയമുള്ളത്. സോ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ പറയാം. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.